വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, കുറേ നാളുകൊണ്ട് ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഈ ഗെയിം നല്ല പ്രത്യേകതയാണ്. നിങ്ങൾക്കാണെങ്കിൽ വണ്ടി ഓടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈ ഗെയിം തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിക്കൂ. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഈ ഗെയിം നമുക്ക് ബസ് ഓടിക്കുന്ന അതേ ഫീൽ വരും ഗൈസ്. സോ ഗൈസ്, നമ്മളിപ്പോൾ എന്തോ ടൂറ് പോവുകയാണ്. ജക്കാർത്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ടൂറ് പോകുന്നത്. ആ സ്ഥലം പോകുന്ന എനിക്കറിയില്ല എങ്ങോട്ടാന്ന്. പക്ഷേ ഗൂഗിൾ മാപ്പ് ഇവിടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ആ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഹാർട്ടിൻ്റെ ചിഹ്നം 96 എന്ന് കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല. ഞാൻ എവിടെയെങ്കിലും ഇടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 96 81 ആവും. അങ്ങനെ മാറാൻ പാടില്ല. 50 ആയിക്കഴിഞ്ഞാൽ അതെന്താണ്, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ജക്കാർത്തയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ലൊക്കേഷനിലേക്ക് എത്താറായി. നമ്മൾ മിനിമം എത്താറായിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താണ് ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് ഓടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 93 കിലോമീറ്ററിലാണ് ഇപ്പോൾ പോകുന്നത്. ഫുഡ് കഴിക്കണം നമുക്കിപ്പോൾ. വേണ്ടല്ലേ? വേണ്ട ഗൈസ്. സോ ഗൈസ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാറുകാരൻ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഗൈസ് നമുക്കിനി മുന്നിലോട്ട് പോകാത്തത്. അല്ലാതെ നമ്മളിപ്പോൾ സ്പീഡ് എടുത്ത് പോയാനെ. ഇപ്പോൾ കാറുകാരൻ വഴി കാണിച്ച് തന്നിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് സൈഡാക്കി പോവാം. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അടുത്തത് റൈറ്റിലേക്ക് ഒരു വളവുണ്ട്. ആ വളവിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് സ്പീഡ് കൂടി തന്നെ പോകുന്നുണ്ട്. 97 100ലാണ് പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, വേഗം എത്തണം കാശ് നമുക്ക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 100ലൊക്കെ കയറ്റി പോകുന്നത്. സോ ഗൈസ്, നമ്മളിപ്പോൾ എത്താം. സോ ഗൈസ്, കുറേ ദൂരമൊന്നും പോയിട്ടില്ല. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് കാരണമാണ് കുറേ നേരം പെട്ടുപോയേക്കുവാണ് ഞാൻ. നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ടെന്ന് തോന്നണു. കുറേ ദൂരമൊന്നുമില്ല, ഇച്ചിരി നേരേ ഉള്ളൂ. എന്നാലും നമുക്ക് പോവാം. കുറേ ദൂരമൊന്നും ഇല്ലെന്ന് തോന്നണേ. നമ്മൾ മാറ്റി ചെക്ക് ചെയ്തൊന്നും നോക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഇച്ചിരി വലിയ റൂട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് സൈഡാക്കിയിട്ട് ഓടിക്കാം. ഇച്ചിരി ഇങ്ങോട്ടാക്കിയിട്ട് ഓടിച്ചാൽ മതി എന്നാ തോന്നണേ. ഈ വഴി കൂടെയൊക്കെ ബസ് ഇച്ചിരി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് അടിക്കാം. ഓക്കെ, ഞാൻ ഈ വഴി കൂടെ പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നുണ്ടോ ഞാൻ ശരിക്കുന്ന റൂട്ടിലല്ല പോകുന്നതിന്. ഞാനിപ്പോൾ ശരിക്കുന്ന റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. ബ്രേക്ക് ഇടാം. നമുക്ക് ഇവ ബ്രേക്ക് ഇടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് തിരിക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇച്ചിരി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തും ഗൈസ്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തി. ഓക്കെ, നമ്മൾ നേരെ പോയി ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ പോയി. എന്ത് പരിപാടിയാണ് ശിവൻ കാണിച്ച. ഞാൻ ബ്രേക്ക് കുടിച്ച അവൻ ബ്രേക്ക് കുടിച്ച് നേരെ എൻ്റെ വണ്ടി കിട്ടിച്ച്. ഇതും കൂടി 92% ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നല്ല സ്പീഡൊക്കെ പോയിക്കോളും. ഇച്ചിരി കൂടി നേരെ പോകണം. അത് കഴിഞ്ഞിട്ട് റൂട്ടൊന്നും ഇത് കാണിക്കുന്നില്ല. സാധാരണ ഞാൻ പോകുന്നുണ്ട്. ഇത് ഇവിടം വരെ ഉണ്ടാവത്തുള്ളൂ കേൾക്കാം. ഞാനിപ്പോൾ സ്പീഡിലല്ല പോകുന്നത്, സ്പീഡിൽ തന്നെ പോകുന്നത്. ബട്ട് ആ വണ്ടികളുടെ സ്പീഡിലൊന്നും ഞാൻ പോകുന്നില്ല. വണ്ടികളുടെ വട്ടാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ. വട്ടാണ് ഇവന്.
ഈസി കിട്ടിയാൽ എനിക്ക് കൊള്ളായിരുന്നു. കാരണം നമുക്ക് വഴി എവിടെയെങ്കിലും ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒന്നും കിട്ടാൻ പോലുള്ള 31 ഇപ്പൊ ഫുൾ സ്പീഡ് എടുത്തിട്ടാണ് ഇപ്പൊ ഓടിക്കണം. അതൊന്നും കുഴപ്പമില്ല. ഇത് ടൂർ വണ്ടിയല്ലേ, വേഗം എത്താന്ന് പറഞ്ഞിട്ട് പോലീസുകാരോട് പറഞ്ഞാൽ മതി. ലേറ്റായി, ഇത് നല്ല പ്രശ്നമാണ്, അതുകൊണ്ട് വേഗം പോണം, അതുകൊണ്ടാണ് സാറേ വേഗം ഓടിച്ചെന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞപ്പോരെ. വേറൊരു ഈസി ടാസ്ക് ആണ് വെച്ചത്. ഞാനിപ്പോ കൊറേ ദൂരത്തോട്ട് എത്തിയിട്ടുണ്ട്. ദീപന്മാർ രണ്ടും കൂടി എന്താ ഇവിടെ കളങ്ങി നടക്കണ? മാറിത്താളെ, മാറടോ, മാറുമൊന്നെ, എനിക്ക് പോണം മൊന്നെ, മാറുമൊന്നെ. ആ നമ്മളോടെ പറ്റി വേറെണ്ണം കൂടി ഇപ്പൊ റേസ് വെക്കാൻ പോണു. ഒറ്റ മാറി തന്നിട്ടുണ്ട്. ഇപ്പൊ നല്ലവനാണ്. ബട്ട് ഇത് നൈസായിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. ആ ഇതൊക്കെ ഇച്ചിരി കടന്നു നല്ല സ്പാടുണ്ട്. നമുക്ക് സാധാരണ അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. തകതും കളിക്കണോ രണ്ടെണ്ണം കൂടി പിടിക്കാത്ത നിൽക്കുന്നുള്ള ഫുൾ സ്പീഡ് ഉണ്ട്. എന്റെ വണ്ടി കൂറിപ്പോവും കേട്ടോടോ. അയ്യോ ഇവനും പണിയാട്ടാ. ഇവനൊരു പണി കൊടുക്കണം. ഇവനൊരു പണി കൊടുത്തുള്ളു. ആ മാപ്പിലെ ലൊക്കേഷൻ. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാണ്. നമ്മളിന്ന് ഗോവന്ന് ജർക്കാട്ട് വരെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പീസ് ഔട്ട്. ഇത് ഇന്തോനേഷ്യയുടെ ഗെയിം എന്തായാലും വന്നിരിക്കും.